ഗസയിലെ അധിനിവേശത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ടെൽ-അവീവിൽ 10,000 പങ്കെടുത്ത റാലിയാണ് ശനിയാഴ്ച നടന്നത്. ഇസ്രായേലിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം, ബന്ദികളെ തിരിച്ചെത്തിക്കണം എന്നത് തന്നെയാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന പ്രധാന ആവശ്യങ്ങൾ. ക്രൈം മിനിസ്റ്റർ, യുദ്ധമുടൻ അവസാനിപ്പിക്കുക തുടങ്ങിയ ബാനറുകൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ ടെൽ-അവീവിൽ സംഘടിച്ചത്. ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയാണ് പ്രതിഷേധമെന്നായിരുന്നു പ്രതിഷേധക്കാരിൽ ഒരാൾ അൽ ജസീറയോട് പ്രതികരിച്ചത്. താനിപ്പോൾ സർക്കാരിനെതിരെ ഇസ്രായേൽ നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കാറുണ്ടെന്നും സർക്കാരിന്റെ തകർച്ചയാണ് ആഗ്രഹിക്കുന്നതെന്നും യോർമ എന്ന ടൂർ ഗൈഡും പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇത്. സർക്കാർ വിരുദ്ധ സംഘടനയായ ഹോഫ്സി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ 1,50,000 പേർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. നെതന്യാഹുവിന് കീഴിൽ രാജ്യത്തെ ജനാധിപത്യം മരിച്ചു എന്ന് കാട്ടാൻ ശരീരത്തിൽ ചുവന്ന പെയിന്റ് അടിച്ച് നിലത്ത് കിടന്നും പ്രതിഷേധമുണ്ടായി. ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ അതൃപ്തിയുണ്ടെന്ന കൃത്യമായ സന്ദേശവും പ്രതിഷേധക്കാർ നൽകിയിട്ടുണ്ട്. പ്രതിഷേധത്തിനിടെ നടന്ന യോഗത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രി എന്നാണ് സെക്യൂരിറ്റി സർവീസ് മുൻ തലവൻ യുവാൻ ഡിസ്കിൻ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്. ഇന്നലെ പകൽ നടന്ന വൻ റാലിക്ക് പിന്നാലെ രാത്രിയും ആയിരങ്ങൾ ടെൽ-അവീവിൽ സംഘടിച്ച് പ്രതിഷേധിച്ചു. ഗസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളും പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതേസമയം ഗസ സിറ്റിയിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിലും തൂഫയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 42 പേർ മരിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഷാദിയിൽ 24 പേരും തൂഫയിൽ 18 പേരുമാണ് മരിച്ചത്. ഇതോടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 101 ആയി. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണിത്. അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാനും കഴിയുന്നില്ല. ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ കനത്ത ക്രൂരത തുടരുകയാണ്. ജനീനിൽ പരിക്കേറ്റ ഫലസ്തീനി യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മനുഷ്യ കവചമായി സൈന്യം യുവാവിനെ ഉപയോഗിക്കുന്നതാണോ എന്നും സൂചനയുണ്ട്. ജനീനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെയാണ് മുജാഹിദ് അസ്മി എന്ന യുവാവിന് പരിക്കേറ്റത്. ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോൾ സൈന്യം തങ്ങളുടെ വണ്ടിയിൽ കെട്ടി യുവാവിനെ കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ അറിയിക്കുന്നു. യുവാവിനെ ആംബുലൻസിലേക്ക് കയറ്റാൻ സൈന്യം മടിച്ചതായി ഒരു ആംബുലൻസ് ഡ്രൈവർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പൗരൻ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. ലബനാനിൽ പടിഞ്ഞാറൻ ബെക്ക ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലബനീസ് പൗരനും കൊല്ലപ്പെട്ടു.